പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അതൊരു സിദ്ധാന്തമല്ലേ, അതൊരു നിയമമൊന്നും അല്ലല്ലോ, അത് വെറും ഒരു സിദ്ധാന്തം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സയൻസിൽ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇൻ സയൻസ് എ തിയറി ഈസ് എ റിഗറസ്ലി ടെസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഒബ്സർവബിൾ ആൻഡ് റെക്കോർഡഡ് ആസ്പെക്ട്സ് ഓഫ് ദ വേൾഡ്. ഒബ്സർവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന, അതേപോലെ തന്നെ റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ശേഖരിക്കപ്പെട്ട, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാണാൻ കഴിയുന്നതും ശേഖരിക്കപ്പെട്ടതുമായിട്ടുള്ള ഡേറ്റയുടെ റിഗറസ്ലി ടെസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ്, വളരെ കണിശമായി പരിശോധിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് സയൻസിലെ സിദ്ധാന്തം. അത് വെറും സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സയൻസിലെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പെഡസ്റ്റലുള്ള ഒരു സാധനമാണ്. ഇറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ടൈസ് ഫാക്ട്സ് ടുഗദർ. ടൈയിങ് മീൻസ് കൂട്ടിക്കെട്ടുക. വസ്തുതകളെ മാത്രമേ അവിടെ കൂട്ടിക്കെട്ടുന്നുള്ളൂ, അല്ലാതെ ഊഹാഭോഗങ്ങളെയോ അനുമാനങ്ങളെയോ സ്വപ്നങ്ങളെയോ ഒന്നുമല്ല. വസ്തുതകളെ മാത്രം കൂട്ടിക്കൊട്ടിക്കൊണ്ടുള്ള ഒരു ഹൈ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന നിലയിലുള്ള ഒരു മനസ്സിലാക്കലാണ്. ആൻഡ് എ സയന്റിഫിക് തിയറി സ്റ്റാൻഡ്സ് അണ്ടിൽ പ്രൂവൺ റോങ് എന്നാണ്. എന്താണ് ഒരു സയന്റിഫിക് തിയറിയുടെ മറ്റൊരു പ്രത്യേകത? തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അത് തുടരും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വെറുതെ ഒരു സിദ്ധാന്തമല്ല. ആൻഡ് ഇറ്റ് വിസ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് തൗസൻഡ്സ് ഓഫ് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ്. അപ്പോൾ വെറും സിദ്ധാന്തമല്ല. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സയൻസിൽ വീക്ഷിക്കാൻ കഴിയുന്നതും ശേഖരിച്ചുമായിട്ടുള്ള ഡേറ്റകളുടെ വളരെ കണിശമായ പരിശോധനയും അത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനവുമാണ്. അത് വസ്തുതകളെയാണ് കൂട്ടിക്കെട്ടുന്നത്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്നത് വരെ അതിൻ്റെ സാധുത ഉണ്ടായിരിക്കും. അതോടൊപ്പം അതിൻ്റെ ജീവിതകാലം, അത് നിലനിൽക്കുന്നിടത്തോളം കാലം റിഗറസ് ആയിട്ടുള്ള സയന്റിഫിക് എക്സ്പെരിമെന്റ്സിന് വിധേയമായാണ് അത് തുടരുന്നത്. അപ്പോൾ അതൊരു വെറും സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഒരു സിദ്ധാന്തം അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് എന്താണ് സിദ്ധാന്തം എന്നതുകൊണ്ട് സയൻസിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. ചില്ലറ കാര്യമല്ല. മനസ്സിലായില്ലേ? നിരന്തരമായ പരിശോധനകളും പരീക്ഷണങ്ങളും താങ്ങാൻ കഴിയുന്ന റെക്കോർഡഡ് ഡേറ്റയുടെയും ഒബ്സർവബിൾ ഡീറ്റെയിൽസിൻ്റെയും റിഗറസ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് ശേഷം വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വളരെ വലിയ സംഭവമാണ്. തിയറി ഈസ് ആസ് ഗുഡ് ആസ് എ ലോ. നമ്മൾ ലോ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണിത്. പരിണാമ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ചാൾസ് ഡാർവിനാണ്, ബ്രിട്ടീഷുകാരനാണ്. 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.